ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മുട്ടയൊന്നും ചേർക്കണില്ല, അതേപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. ആദ്യം നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് ഒറ്റനൂൽ പരുവം അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നാൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മെൽറ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ചേർക്കണേ. അതേപോലെ ഫ്രിഡ്ജിൽ നിന്നാണ് എടുത്ത്, പോരാത്തിന് നല്ല തണുത്ത കാലാവസ്ഥയാണ്. അപ്പോൾ അത് കട്ടിയായിട്ടാണ് ഉള്ളത്. അത്രത്തോളം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, എങ്കിലും പറ്റുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഉരുക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തൈരും നെയ്യും മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി അരിച്ച് ചേർക്കുകയാണ്. ഇതേപോലെ ഒരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുക്കണേ, ഇങ്ങനെയാണ് അരിച്ചെടുക്കണേ. പിന്നെ ഇത് മൈദ വെച്ചിട്ടും ഉണ്ടാക്കും, അധികവും മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കിയാലും അതേ ടേസ്റ്റാണ്, അതേപോലെ ഹെൽത്തിയാണ്. അപ്പോൾ ഇത് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സായി വന്നാൽ നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഇതിലിനി മധുരം ഒന്നും ചേർക്കണില്ല, നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നേരെ പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ അഡീഷണലായിട്ട് ഇനി മാവിൽ മധുരം ചേർക്കൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തൈരിലുള്ള നനവിൽ തന്നെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. വെള്ളം വേണ്ടി വരും. ആദ്യം നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ആവശ്യാനുസരണം വെള്ളം ചേർക്കുക. ഇപ്പോൾ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കിട്ടുന്ന പോലെ നല്ല സോഫ്റ്റ് ആയൊരു മാവാണ് വേണ്ടത്. അപ്പോൾ അതെത്തുന്നത് വരെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായ മാവാക്കിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് പരത്താൻ ആവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഗോതമ്പ് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കണേ. മുകളിലും താഴെയും ചേർത്ത് കൊടുക്കുക. ഇതിനെ പലകപ്പൊടി എന്നൊക്കെയാണ് പറയൽ, പരത്താൻ വേണ്ടി ചേർക്കണല്ലേ. ഇനി ഒരു റോളർ ഉപയോഗിച്ചിട്ട് ഇത് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നല്ല കട്ടിയായി പോകരുത്, അതേപോലെ നല്ല തിന്നായി പോകരുത്. ആകൃതിയൊന്നും പ്രശ്നമല്ല, എല്ലാ ഭാഗത്തും ഒരേ കട്ടിയാവാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഒന്നും കൂടിയും കട്ടിയാക്കി പരത്താം, കുഴപ്പമില്ല. ഇതിപ്പോൾ അത്ര കട്ടിയാക്കിയിട്ടില്ല. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് നടുവ് കൂടെ ഒറ്റ മുറിയൊന്ന് മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല വലിപ്പത്തിലാണ് പാൽ കേക്ക് ഉണ്ടാവുക, പല വലിപ്പത്തിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഈ ഒരു കട്ടിയിലാണുള്ളത്. ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരും. ആദ്യം ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് പൊങ്ങിയതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായി പൊങ്ങിയത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി എണ്ണ ചൂടാവാതെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊങ്ങില്ല. അപ്പോൾ എണ്ണ ചൂടാവാൻ നല്ല ശ്രദ്ധിക്കണം. പിന്നെ ഇതേപോലെ പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കുക. ഇനി തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അധികം എല്ലാവരും മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കൽ കണ്ടിട്ടുള്ളത്. പക്ഷെ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തണ സ്മെല്ല് പോവുന്നല്ല. ഇതിപ്പോൾ ഏലക്ക ചേർത്താലും വാനില എസൻസ് ചേർത്താലും ഒക്കെ ആ ഒരു സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളിവിടെ എന്തുണ്ടാക്കുമ്പോഴും ആ ഒരു മുട്ടയുടെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാനാണ് നോക്കൽ. അതിന് പകരമാണ് തൈര് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മുട്ട ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തൈരിന് പകരം മുട്ട ചേർത്താലും മതി. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് നേരെ പഞ്ചസാര ലായനിയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ലായനി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തണുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടുണ്ടാവണം. അപ്പോൾ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാര ലായനി കയറുള്ളൂ. ചൂടിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിയട്ടെ.
10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ലായനിയിൽ കിടന്നിട്ടാണ് അത് സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റിയാണ്. അതേപോലെ മുട്ടയൊന്നും ചേർക്കണില്ല, ഗോതമ്പ് പൊടിയും കൊണ്ടാണ്. അപ്പോൾ എത്രത്തോളം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.